സംവിധായകൻ വിനയൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വിനയൻ, ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കളും കണ്ടിരിക്കും. സുരേഷ് കുമാർ നടത്തിയ വാർത്താ സമ്മേളനത്തെ പൂർണ്ണമായും അദ്ദേഹം തള്ളുകയാണ്. നിർമ്മാതാക്കൾക്കിടയിൽ തന്നെ ഇതിൽ ഭിന്നതയാവുകയാണോ? എന്തിനാണ് ഈ സമരം എന്നുള്ള ചോദ്യമാണ്. അതിനിപ്പോൾ വലിയ പിന്തുണയും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്, ആന്റണി പെരുമ്പാവൂരിന്. അത് സ്മൃതി ഇതിനകത്ത് ഈ നിർമ്മാതാക്കളുടെ സംഘടനയിൽ 10-28 വർഷമായിട്ട് ഞാനൊരു സംവിധായകനാണേലും നിർമ്മാതാക്കളുടെ സംഘടനയിലും മെമ്പറാണ്. 10-28 വർഷമായിട്ട് ഞാൻ 7 സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ്. ഈ ഇതിനകത്ത് സിനിമാ മേഖലയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്നുള്ള സത്യമാണ്. പ്രത്യേകിച്ചും സർക്കാർ ഈ ഡബിൾ ടാക്സ് മേടിക്കുന്നു, വിനോദ നികുതി ഉൾപ്പെടെയുള്ള GST രണ്ടും കൂടി മേടിക്കുന്നുണ്ട്. അത്തരം ടാക്സുകൾ ഒഴിവാക്കണം. അത്തരം നിരവധി പ്രശ്നങ്ങളുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ ഒരു വലിയ സമരം പ്രഖ്യാപിക്കുമ്പോൾ അതൊരു ജനറൽ ബോഡി വിളിക്കണമായിരുന്നു. ഞങ്ങളെപ്പോലുള്ളവരെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് സംസാരിക്കണമായിരുന്നു. കാരണം അതൊരു ചെറിയ കുഴപ്പമാണ് പറ്റിയത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, അതിപ്പോ ആന്റോ ജോസഫ് ആണോ സുരേഷ് കുമാർ വൈസ് പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു. ഞാനിപ്പോ സംഘടനയുടെ ഭാരവാഹിത്വത്തിലൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആന്റോ ജോസഫ് ആണ് പ്രസിഡന്റ്. ഇനി സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതൊരു ജനറൽ ബോഡി വിളിച്ചു കൂട്ടി ഒരു സിനിമ ഇൻഡസ്ട്രി മൊത്തം സ്തംഭിപ്പിക്കുമ്പോൾ അത് ആരൊക്കെ എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ നിർമ്മാതാക്കളാണെന്നൊക്കെ ഞങ്ങളോടൊക്കെ അന്ന് ചോദിച്ചിട്ട് വേണമായിരുന്നു ഇത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഈ താരങ്ങൾ സിനിമ നിർമ്മിച്ചാൽ അത് പ്രദർശിപ്പിക്കില്ല എന്നൊക്കെ, ഇവിടെ നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ആൾക്കാരല്ലേ. ആർക്കും അവനവൻ്റെതായ വ്യക്തി സ്വാതന്ത്ര്യവും സിനിമ എടുക്കാനൊക്കെ പറ്റും. അതൊക്കെ അദ്ദേഹത്തിന് ഇച്ചിരി എനിക്ക് തോന്നുന്ന ഒരു ആവേശം കൂടിപ്പോയെന്ന് തോന്നുന്നു. അത് പറയണ്ടായിരുന്നു. ഇപ്പൊ താരങ്ങൾ സിനിമ പലരും പ്രൊഡ്യൂസേഴ്സ് ആണല്ലോ. ഇപ്പം പല താരങ്ങളും എനിക്ക് പൃഥ്വിരാജൊക്കെ പിന്തുണച്ച് വന്നിട്ടുണ്ട്. അല്ല, അത് പറഞ്ഞതിന്റെ കുഴപ്പമാണ്. ഈ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചതിന്റെ പ്രശ്നമാണ്. സുരേഷ് കുമാർ അവതരിപ്പിച്ചതിന്റെ കുഴപ്പമാണ്. തീർച്ചയായിട്ടും പ്രോബ്ലംസ് ഉണ്ട്. അത് ഞാനെന്ന് ചോദിക്കട്ടെ, ഇദ്ദേഹം സുരേഷ് കുമാറിനോട് എനിക്ക് പറയാനുള്ള, ഇദ്ദേഹം 10 വർഷത്തോളം ഇതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്ന ആളല്ലേ. അന്ന് എന്നെ പോലുള്ളവർ ശക്തമായിട്ട് താരങ്ങൾക്ക് അല്ലെ സംഘടനയ്ക്ക് ഒരു കത്ത് കൊടുക്കണം, ചില കാര്യങ്ങളിലൊരു നിഷ്കർഷത വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം നേരെ തിരിഞ്ഞിരുന്നതാണ്. അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല വിനയാണ് എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. ഒരു യോഗത്തിൽ വെച്ച് ഇറങ്ങിപ്പോലും ചെയ്തിട്ടുണ്ട് അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ടിട്ട്. അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായമാണ്. പക്ഷേ ശ്രീ വിനയൻ, ഇപ്പോൾ ഈ താരങ്ങൾ നിർമ്മാതാക്കളാകുമ്പോൾ മറ്റ് നിർമ്മാതാക്കൾക്ക് അതിലേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിൽ അവരൊരു ആധിപത്യം സ്ഥാപിക്കുന്നുണ്ടോ? അവർക്കാവുമ്പോൾ കൂടുതൽ സ്വാധീനം, കൂടുതൽ പണമിറക്കാൻ കഴിയുന്നു, കൂടുതൽ താരങ്ങളെ കൊണ്ടുവരാൻ സാധിക്കുന്നു. ഇങ്ങനെയൊക്കെ രീതിയിൽ ഒരു ആധിപത്യ സ്വഭാവത്തിലേക്ക് അത് മാറുന്നുണ്ടോ? അതാണോ ഈ സുരേഷ് കുമാറിന്റെ ആശങ്ക? അതൊക്കെ കൂട്ടായ ചർച്ച വേണമല്ലോ. അതാണ് നമുക്ക് പറയാനുള്ളത്. അതൊക്കെ അവരുമായിട്ടിരുന്ന് ചർച്ച വേണം. തീർച്ചയായിട്ടും ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ സുരേഷ് കുമാറും ഈ ആന്റണി പെരുമ്പാവൂരും ഒക്കെ ഇവരൊക്കെ വളരെ ചങ്ങാതിമാരായിരുന്നല്ലോ. ഇവരൊക്കെ ഈ സൂപ്പർ താരങ്ങൾക്ക് വേണ്ടി നിന്നവരുമായിരുന്നല്ലോ. മോഹൻലാലും സുരേഷ് കുമാറും ഒക്കെ കളിക്കൂട്ടുകാരല്ലേ? പിന്നെ ഞാൻ അതിന്റെ പേരിലൊക്കെ എന്ത് ബഹളം വെച്ചിട്ടുള്ളത്. അന്ന് നമ്മളെയൊക്കെ ഒറ്റപ്പെടുത്തുകയല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനകത്തൊന്നും വലിയ കാര്യമില്ല. ഇപ്പൊ ഒരു ആവേശം കയറിയപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന് മോഹൻലാലിനെ വിളിച്ചിരുത്തി സംസാരിക്കാം, അപ്പുറത്ത് ആന്റോ ജോസഫിന് മമ്മൂക്കയുടെ സ്വന്തം ആളാണ്, തിരിച്ച് സംസാരിച്ചിട്ട് ഈ പ്രശ്നം തീർക്കുകയല്ലാതെ ഒത്തിരി ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ ഇങ്ങനെ 100 കണക്കിന് പടം ചെയ്യുന്നവരാണ്. അപ്പൊ അത് ചില പടങ്ങളൊക്കെ മോശമായി പോകണമെന്നൊക്കെയുള്ള സത്യമാണ്. പക്ഷെ എല്ലാ കാലത്തും സിനിമകൾ മോശം ധാരാളം വരാറുണ്ട്. അത് സിനിമയുടെ എണ്ണം കൂടുമ്പോൾ ഒത്തിരി മോശം സിനിമകൾ വരും. പക്ഷെ ഒത്തിരി 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെയൊക്കെ സ്തംഭിപ്പിച്ചുകൊണ്ടൊരു സമരം, അത് നമ്മൾ സർക്കാരിനെതിരെ ചെയ്യുന്നു, ഞങ്ങൾക്ക് ഇന്ന ഗുണം കിട്ടണം, ഞങ്ങൾക്ക് സബ്സിഡി കിട്ടണമെന്നൊക്കെ പറഞ്ഞാൽ ഈ തമ്മിൽ അടിക്കൊണ്ടൊരു സമരം വേണോ? അത് ആലോചിക്കാതെ എന്തിനിങ്ങനെ പ്രഖ്യാപിച്ചു എന്നൊക്കെ ഒരു ഡൗട്ട് എനിക്കുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ശരിയായില്ലെന്ന് തന്നെ തോന്നുന്നുണ്ട് എനിക്ക്. വളരെ നന്ദി ശ്രീ വിനയൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും സമരവുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കൾക്കിടയിൽ തന്നെ 2 അഭിപ്രായം ഉരുത്തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും സൈഫുനീസിലേക്ക്. സൈഫുനീസ, ഇപ്പോൾ ഈ പ്രതികരണങ്ങൾ 2 തരത്തിലുള്ളതായി വരുന്നു. ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റിന് വലിയ പിന്തുണ താരങ്ങളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നുമുണ്ട്. ഇതിലൊരു കൗതുകമുള്ളത്, നേരത്തെ ശ്രീ വിനയൻ സൂചിപ്പിച്ചതുപോലെ സുരേഷ് കുമാറും മോഹൻലാലുമൊക്കെ ചെറുപ്പം മുതലേയുള്ള സൗഹൃദമാണ്. പക്ഷേ അതിലൊക്കെ ഒരു ഭിന്നിപ്പുണ്ടാവുന്ന രീതിയിലേക്ക് ഈ വിഷയം മാറുകയാണോ? നിർമ്മാതാക്കൾ 2 കഴിഞ്ഞോ? സുരേഷ് കുമാറിന്റെ വാർത്താ സമ്മേളനത്തിനിടെ ആന്റണി പെരുമ്പാവൂർ നീണ്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റാണിപ്പോൾ
വലിയ പ്രതികരണങ്ങളിലേക്ക് എത്തിക്കുന്നത്. സുരേഷ് കുമാറിന്റെ നീക്കം അവ്യക്തമാണ്. അവിടെ പ്രസിഡന്റ് ഉണ്ടാകുമ്പോൾ എന്തിനാണ് സുരേഷ് കുമാർ വാർത്താ സമ്മേളനം നടത്തിയത് എന്ന ചോദ്യം ഉണ്ടാകുന്നു. മാത്രമല്ല, ഒരു സിനിമാ സമരം എന്ന രൂപത്തിലേക്ക് പോകുമ്പോൾ എല്ലാവരിൽ നിന്നും അഭിപ്രായം തേടുക, ഒരു ജനറൽ ബോഡി വിളിക്കുക, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് സംവിധായകൻ വിനയനും സാക്ഷ്യപ്പെടുത്തുന്നു. സുരേഷ് കുമാറിന്റെ നീക്കത്തെ ശക്തമായി ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിലൂടെ വിമർശിക്കുമ്പോൾ അതിന് പിന്തുണയുമായി നടനും നിർമ്മാതാവും കൂടിയായ പൃഥ്വിരാജും അതിനെ പിന്തുണയ്ക്കുകയാണ്. അജു വർഗീസിന്റെ പിന്തുണ ലഭിക്കുകയാണ്. അത്തരത്തിൽ പ്രതികരണങ്ങൾ പല രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ച ചോദ്യം കേട്ടിരുന്നല്ലോ സൈഫുന്നിസ, മറുപടി പറഞ്ഞോളൂ. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സുരേഷ് കുമാറിനെതിരെ ആന്റണി പെരുമ്പാവൂർ ഇങ്ങനെ ഒരു പരസ്യ വിമർശനം ഉന്നയിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, എമ്പുരാൻ എന്ന് പറയുന്ന ആന്റണി പെരുമ്പാവൂരിന്റെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ റിലീസാകാൻ പോവുകയാണ്. എമ്പുരാന്റെ ബഡ്ജറ്റിനെ അടക്കം വിമർശിച്ചുകൊണ്ട് സുരേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇതിനെയാണ് ആന്റണി പെരുമ്പാവൂർ പ്രത്യേകിച്ചും എടുത്തു പറയുന്നത്. ഈ സിനിമയുടെ പൂർത്തീകരണം, അതായത് പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയാകാത്ത ഒരു സിനിമയുടെ ബഡ്ജറ്റിനെ കുറിച്ച് വിമർശനം ഉന്നയിക്കേണ്ട സാഹചര്യം എന്താണ്, അതിന്റെ ഒരു ഉദ്ദേശശുദ്ധി എന്താണ് എന്നുള്ളതായിരുന്നു ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത്. അതായത് സ്വന്തം സിനിമയുടെ പ്രൊഡക്ഷനിലിരിക്കുന്ന ഒരു സിനിമയെ തന്നെ വിമർശിച്ചുകൊണ്ട് സുരേഷ് കുമാർ പറയുകയുണ്ടായി. അതെന്ത് സൗഹൃദത്തിന്റെ പേരിലാണെങ്കിൽ പോലും ആ ഒരു സിനിമയുടെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചത് ആന്റണി പെരുമ്പാവൂരിനെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കുവാൻ. എന്തായാലും പരസ്യ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറല്ല. ഒപ്പം തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയായും നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോൾ ആൻഡ്രോ ജോസഫ് ദില്ലിയിലാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ സുരേഷ് കുമാറും കേരളത്തിൽ ഇല്ല. മറ്റ് ഈ അംഗങ്ങളോട് നമ്മൾ ഇക്കാര്യത്തിൽ പ്രതികരണം ആരാഞ്ഞപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്ന് ആ വിഷയത്തിൽ ചർച്ച ചെയ്ത ശേഷം മതി പ്രതികരണം എന്നുള്ളതാണ്. അതായത് ഒരംഗം തന്നെ, പ്രൊഡ്യൂസർ അസോസിയേഷനിലെ ഒരു അംഗം തന്നെ വൈസ് പ്രസിഡന്റിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. പ്രസിഡന്റ് ഇക്കാര്യത്തിൽ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു. അതെല്ലാം ഈ വളരെ പ്രധാനപ്പെട്ട മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സിനിമകൾ നിർമ്മിക്കുന്ന പ്രധാന നിർമ്മാതാക്കൾ കൂടിയാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത്. ഫിയോക്കിന്റെ അടക്കം നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു ആന്റണി പെരുമ്പാവൂരൊക്കെ ഇക്കാര്യത്തിൽ വളരെയധികം മറ്റ് സംഘടനകളുടെ താല്പര്യം എന്ന് പറയുമ്പോൾ അത് ഏത് സംഘടനയുടേതാണ് എന്നുകൂടി കുറച്ചുകൂടി വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും അക്കാര്യങ്ങളിലൊക്കെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇപ്പോൾ ഒരു നിലപാട് പറയേണ്ട എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു വിമർശനം ഉയർന്നു വരുന്നത്, നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നു വരുന്നത്, അഭിനേതാക്കളുടെ പ്രതിഫലം കുറയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ ആർക്കൊക്കെയാണ് വിഷമമാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാമെന്ന തരത്തിലാണ് ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റിനെ വിമർശിക്കുന്നത്. അതായത് ഈ അഭിനേതാക്കളുടെ പ്രതിഫലം കുറയ്ക്കണം എന്ന് സുരേഷ് കുമാറിന്റെ പ്രസ്താവന പറഞ്ഞപ്പോൾ അതിന് പിന്നാലെയാണ് അമ്മ ഒരു കത്തയക്കുന്നത്. പക്ഷേ അക്കാര്യം എവിടെയും സൂചിപ്പിക്കാതെയായിരുന്നു AMMയുടെ കത്തും വരുന്നത്. ആ കത്തും അതിനുശേഷമുള്ള ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റിനെയും എല്ലാം തന്നെ ചേർത്ത് വായിച്ചുകൊണ്ടാണ്. ശരി സൈഫുന്നിസ, ഏതായാലും ഇക്കാര്യത്തിൽ നിർമ്മാതാക്കൾ രണ്ട് വിഭാഗമായി ഭിന്നിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ആന്റണി പെരുമ്പാവൂരിന് വലിയ പിന്തുണ താരങ്ങളുടെ ഭാഗത്ത് കിട്ടുന്നുണ്ട്. പൃഥ്വിരാജ്, അജു വർഗീസ്, ഉണ്ണി മുകുന്ദൻ എന്നിവരൊക്കെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റിന് ലൈക്ക് അടിക്കുകയും പ്രതികരണം നടത്തുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ്. സൈഫുന്നിസ അലിയാറാണ് വിശദാംശങ്ങൾ നൽകിയത്.